പാവങ്ങൾക്ക് ആശ്വാസമാകേണ്ട ഒരു സർക്കാർ പദ്ധതി നാടിന് ഒരു വലിയ ബാധ്യതയായി മാറിയ വാർത്തയാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്ന് ഇനി പറയാനുള്ളത്. ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി 3 കോടി രൂപ ചെലവിൽ ആരംഭിച്ച ഫ്ളാറ്റ് നിർമ്മാണമാണ് ഒടുവിൽ നാടിനും നാട്ടുകാർക്കും വലിയ ബാധ്യതയായത്. കോടികൾ ചെലവഴിച്ച് സർക്കാർ നിർമ്മിക്കാനായി തെരഞ്ഞെടുത്ത ഇടം മോഷ്ടാക്കളുടെയും മദ്യപന്മാരുടെയും ഇഷ്ടകേന്ദ്രമായി മാറിയതോടെ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇരുപത്തിയെട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീടൊരുക്കാമെന്ന വാഗ്ദാനവുമായാണ് ലൈഫ് മിഷൻ മണ്ണഞ്ചേരിയിൽ 2019 പദ്ധതിയുമായി കടന്നുവരുന്നത്. 3 കോടി ചിലവിൽ ഫ്ളാറ്റ് നിർമ്മാണം എന്നായിരുന്നു പ്രഖ്യാപനം. ഇനി 6 വർഷങ്ങൾക്കിപ്പുറം പദ്ധതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് പരിശോധിക്കാം. അവരുടെ വലിയൊരു സ്വപ്ന പദ്ധതിയാണിത്. കാരണം അവർക്ക് ഇവിടെ വീട് വെച്ച് ഇവർക്ക് താമസിക്കാൻ സാധിക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് അവർ ഇതിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇവർ തിരക്കുന്ന പോലുമില്ല. സർക്കാർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് ഞങ്ങൾ ഭൂമി വിട്ടുകൊടുത്തു, ഇതിൻ്റെ മുകളിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ലൈഫ് മിഷനാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ലൈഫ് മിഷൻ്റെ പദ്ധതികൾ മുഴുവൻ പാളിയിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് മണ്ണഞ്ചേരിയിൽ ഇത് വലിയൊരു സ്വപ്ന പദ്ധതി. പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയാണ്. ഇവിടെ ഞങ്ങൾ ജനകീയ പ്രക്ഷോഭം നടത്തി വലിയ സമരപരിപാടികൾ നടത്തിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, സർക്കാർ നോക്കുകുത്തിയായി നിൽക്കാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല. പ്രദേശത്ത് നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയി. ഇപ്പോൾ നാട്ടുകാർക്കാകെ ബുദ്ധിമുട്ടുണ്ടാക്കി ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രധാന സങ്കേതമായി ഇത് മാറിയിരിക്കുന്നു. നിങ്ങൾ മേളിലോട്ട് നോക്കി, അവിടെ മൊത്തം മദ്യക്കുപ്പികളായിരിക്കും. ഇവിടെ സാമൂഹ്യ വിരുദ്ധർ മദ്യം കഴിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിയായപ്പോഴും 2 കൂട്ടർ വന്ന് മദ്യപാനമാണ്. സ്ഥലം ഏറ്റെടുത്ത് നൽകിയ പഞ്ചായത്ത് അധികൃതർ തന്നെ പെട്ടുപോയ അവസ്ഥ. സ്വന്തം സർക്കാരിന്റെ പദ്ധതി ബാധ്യതയാണെന്ന് ഇടതുപക്ഷ പ്രതിനിധിയായ പ്രസിഡന്റ് അജിത് കുമാർ തന്നെ തുറന്നു സമ്മതിക്കുന്നു. നമുക്കൊരു ബാധ്യതയും മാറിയിരിക്കുകയാണ്. അവിടെ സന്ധ്യയാകുമ്പോൾ തന്നെ വൈകിട്ട് മദ്യപന്മാരും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ താവളവും മാറിയിരിക്കുകയാണ്. പിന്നെ കാട് പിടിച്ച് പാമ്പിന്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ നമുക്കിപ്പോൾ ഉണ്ട്. മോഷണം നമുക്ക് കോൺട്രാക്ട് പറഞ്ഞറിഞ്ഞിട്ടില്ല, അവിടെയുള്ള നാട്ടുകാർ പറയാറുണ്ട്. അല്ലാതെ ശരിക്കും നമ്മൾ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇല്ല. അതിൻ്റെ അകത്ത് പിന്നെ ബാക്കി ചെയ്യേണ്ടത് എൻ്റെ കോൺട്രാക്ടറാണ്. അപ്പോൾ കോൺട്രാക്ടർ നമുക്കൊരു പരാതി തന്നിട്ടില്ല. MLA PP ചിത്രഞ്ജന്റെ നേതൃത്വത്തിൽ പലതവണ സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും പദ്ധതി ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടാണ്. അന്നത്തെ നിർമ്മാണ ചെലവിൽ ഫ്ളാറ്റ് പൂർത്തിയാക്കാൻ ഇന്ന് കഴിയില്ല എന്നത് തന്നെയാണ് കരാറുകാർ പ്രധാന കാരണമായി പറയുന്നത്. പക്ഷേ പൊതുഖജനാവിലെ പണമെടുത്ത് പ്രദേശത്തിറക്കിയ നിർമ്മാണ സാമഗ്രികളെ കുറിച്ച് ആരുമൊന്നും പറയുന്നില്ല. 6 വർഷങ്ങൾക്ക് മുമ്പ് 28 കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച ശേഷം പാതി വഴിയിൽ ആർക്കും പ്രയോജനമില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്നത്. ശരണ്യ സ്നേഹജൻ, News 18 ആലപ്പുഴ.